സർവീശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുവിനെ സ്മരിച്ചുകൊണ്ടും വേദിയിലിരിക്കുന്ന ദാമോദരേട്ടൻ, മുരളി സാറ്, മറ്റാത്മബന്ധുക്കൾ, നമ്മൾ ഈ സത്സംഗത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മുടെ പല അറിവുകളും തിരുത്തേണ്ടി വരും. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിയാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ ഗുരുവിലൂടെ തിരുത്തിയവരാണ്. പലതും നമ്മുടെ ജീവിതത്തിൻ്റെ അപകടത്തിലേക്ക് കൊണ്ടുപോയതാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ദാമോദരേട്ടനൊക്കെ പറഞ്ഞപ്പോൾ ഇതേ കാര്യം ഞാനും അനുഭവിച്ച ആൾക്കാരാണ്. ഞങ്ങൾ ഇതുള്ളൊരു യാത്രയ്ക്ക് പോയ സമയത്ത് ഗുരു പറഞ്ഞു, ഇന്ന് രാത്രിത്തെ 12ൻ്റെ ആരാധനയും കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും പോവാവും. അപ്പോൾ അന്ന് ഈ ശബരിമല സീസണാണ്. വണ്ടിക്കാരൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളമായി. അപ്പോൾ ഞാനാണ് അന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ തലക്കെട്ടായി നിൽക്കുന്ന മനോജ് മാത്രമൊക്കെ നിൽക്കുന്ന പോലെ തലയെ കെട്ടി നിൽക്കുന്നത് നമ്മളാണ്. അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്ന് നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരുവാക്ക് തെറ്റിച്ചിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു വണ്ടി നമുക്ക് വിടാം, ആ തിരക്കുള്ള വണ്ടി പോയിക്കോട്ടെ, അതിലുള്ള ആൾക്കാരെല്ലാവരും മറ്റേ വണ്ടി കയറട്ടെ, അല്ല പോവാൻ താല്പര്യമുള്ളവർക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അയാളുടെ പൈസ സെറ്റിൽ ചെയ്ത് അതിൽ കുറേ ആൾക്കാർ വണ്ടി കയറി. കാരണം അവർക്ക് ഇതേപോലെ തിരക്കുള്ളതുകൊണ്ട് അവരാ വണ്ടി കയറി. ആ കാര്യം ഞാൻ സത്പ്രഭാസ്വാമിയിലൂടെ ഗുരുവിനെ അറിയിച്ചു. പിറ്റേ ദിവസം രാവിലെ 9ൻ്റെ ആരാധന കഴിഞ്ഞിട്ട് ഗുരുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കോളൂ, പോകുമ്പോൾ എറണാകുളം ആശ്രമത്തിൽ പോയി ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ നമ്മൾ വണ്ടി പുറപ്പെട്ടു. ഏകദേശം ചന്ദരൂർ കഴിഞ്ഞ് നമ്മൾ ആ പാലത്തിലേക്ക് കയറില്ല, നമ്മുടെ വലിയ പാലമുണ്ട്, ഒരു 2 കിലോമീറ്റർ നീളമുള്ളൊരു പാലമുണ്ട്. അവിടെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വണ്ടി ഗംഭീരമായി കിടക്കുന്നുണ്ട്. അതിൻ്റെ ക്രൗണും പെനിയനും പോയി ജോയിൻ്റ് വിട്ട് അവിടെ കിടക്കണം. ഞങ്ങളവിടെ വണ്ടി നിർത്തി. എന്തായാലും നമ്മൾ അനുകമ്പയുള്ളവരാണല്ലോ. ആ ഡ്രൈവറെ കണ്ടു. ആ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല, നീ ശബരിമല ഉണ്ടെന്ന് കൊണ്ട് ഓടിയതാണ്. അപ്പം എന്താ, ഈ ക്രൗണും പെനിയനും പോയി ഇതെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ ചുരുങ്ങിയത് എത്ര ദിവസം വേണ്ടി വരും? ഒരു ദിവസം വേണ്ടി. ആ റോഡിലാണ് കിടന്നത്. നിങ്ങൾ അറിയാം, എപ്പോഴും ഞാൻ ആ സ്ഥലം ഇങ്ങനെ ഓർക്കും. ഇങ്ങനെ തിരിഞ്ഞ് നമ്മൾ ആ ഇതിലേക്ക് പാലത്തിലേക്ക് കയറുന്ന ആ ലെഫ്റ്റ് സൈഡിൽ ഓരം ചേർത്തി ഉള്ളിൽ കിടക്കുന്നു. അതിലുള്ള ആൾക്കാർ മുഴുവനും ഇറങ്ങി ഏതൊക്കെ ബസ്സിൽ കയറി പാവങ്ങൾ പോയിട്ടുണ്ട്. എവിടെ പോയെന്ന് അറിയില്ല. ഞങ്ങൾ എറണാകുളം ആശ്രമത്തിൽ ആഹാരമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പുറപ്പെട്ട് ഞങ്ങൾ വീടെത്തി കഴിഞ്ഞിട്ട് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് മറ്റവരൊക്കെ എത്തിയത്. അപ്പോൾ നമ്മുടെ ഏത് കാര്യങ്ങളും ഗുരുവിനറിയാം. ഏത് കാര്യങ്ങളും ഗുരു അറിയാതെ അനങ്ങില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഗുരുവിൻ്റെ ഒരു യാത്ര പുറപ്പെടുമ്പോൾ 2 or 3 ദിവസം മുമ്പ് തന്നെ ദർശനമുള്ളവർ ഇത് നോക്കി തുടങ്ങും. എന്നിട്ട് ചില ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്താൻ പറയും, ചില ആൾക്കാരോടൊന്നും വരണ്ടെന്ന് പറയും, നിങ്ങൾ ഈ യാത്രയിൽ പങ്കെടുക്കരുത് പറയും. അങ്ങനെ പറഞ്ഞാൽ കേൾക്കാതെ വണ്ടിയിൽ കയറിയതിൻ്റെ ഒരു ഗതികേട് ദാമോദരേട്ടനൊക്കെ അറിയാം. ബത്തേരി പോയി വന്ന് ഗുരു കോഴിക്കോട് നിന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അത് പാലക്കാടുകാർക്കൊരു ഭാഗ്യമായി മാറി. അത് വേറൊരു വശമാണ്, ഞാൻ പിന്നെ പറയാം അതിനെക്കുറിച്ച്. അപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സമകാലികരായി വന്നിട്ടുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഏതൊരാളും. അപ്പം ഇന്ന് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ, ഇപ്പോൾ മോള് പറഞ്ഞ പോലെ മുഹമ്മദ് നബി എന്ന് പറയുന്ന മഹാത്മാവിനെ അന്നത്തെ ഒരാൾക്ക് മനസ്സിലായിട്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ യുദ്ധമായിരുന്നു, മരിച്ചിട്ട് യുദ്ധമായിരുന്നു. അതേപോലെയായിരുന്നു യേശുവിൻ്റെ കാര്യമായി. ശ്രീകൃഷ്ണ പരമാത്മാവിനെ അനുഭവിച്ചതിൻ്റെ അത്ര ത്യാഗമൊന്നും ആരും അനുഭവിച്ചിട്ടില്ല. സ്വന്തം അമ്മയുടെ മുലപ്പാൽ പോലും അദ്ദേഹത്തിന് കുടിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുപോലത്തെ മഹാത്മാക്കളെ എല്ലാവരും ഉപദ്രവിച്ചതിൻ്റെ ഒരു കർമ്മഗതി മാത്രമല്ല, അവരുടെ പേരിൽ മതമുണ്ടാക്കിയിട്ട് ആ മതത്തിൽ അവർ പറയാത്ത കുറേ ചിട്ടകൾ എഴുതിയുണ്ടാക്കി അത് ശീലിച്ച് വന്നതിൻ്റെ കർമ്മഗതി നമുക്ക് എല്ലാവർക്കും ഉണ്ട്.
അതാണ് ഇവിടെ ആശംസകൾ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത്. വീട്ടിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒന്നിക്കാൻ, ഒന്നിച്ച് നിൽക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മക്കൾ കേൾക്കാൻ ഈ തടസ്സം വളരെ മുമ്പേ കൽപ്പിച്ചു കൂട്ടി തുടങ്ങിയതാണ്. അതാണ് ഗുരു പറഞ്ഞത്, ഇന്ത്യ തന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുക, ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. സൂക്ഷ്മത്തിൽ പല രീതിയിലും ഗുരുവിൻ്റെ വരവ് അവർക്ക് അറിയാമായിരുന്നു. ഗുരുവിന് ഒരിക്കലും ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ സമൂഹത്തിനെ ഇളക്കി വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടുകാരനും കേരളക്കാരനായാലും ശരി, കർണാടകക്കാരനായാലും ശരി, അങ്ങനെ നോർത്ത് ഇന്ത്യയെ പോയാലും നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത ഭാഷാ രീതിയിലും സംസ്കാരത്തിലും നമ്മൾ വ്യത്യസ്തമാണ്. ഇതെല്ലാം നമ്മുടെ ആരാധനാ കർമ്മത്തിൻ്റെ വന്ന ഗതികേടാണ്. ഇത് മാറണമെങ്കിൽ ആദ്യം നമ്മുടെ വീട്ടിൽ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇതിന് ദൈവം തന്ന ഏറ്റവും വലിയ അസ്ത്രമാണ് എന്ത്? അഖണ്ഡനാമം. അഖണ്ഡത്തിൻ്റെ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഏതൊന്നിനെയും ശുദ്ധീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ജീവനെ ഉയർത്താൻ, അല്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ട് പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? അല്ലേ? പ്രാണതാത്ര അർത്ഥ പ്രാർത്ഥന. പ്രാണനെ ഉയർത്തണം, താത്രം ചെയ്യണം. അങ്ങനെ താത്രം ചെയ്ത് വരുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മളതിൻ്റെ വേറൊരു വാക്കിൽ എപ്പോഴും ചിന്മയാനിധി സംസാരിക്കാറുണ്ട്. എന്താണ്? ജീവൻ്റെ ആഹാരമാണ് പ്രാർത്ഥന. ശരീരത്തിൻ്റെ ആഹാരം എന്താണ്? എത്ര നേരം കഴിക്കണം? എത്ര നേരം കഴിക്കും നമ്മൾ? 3 നുണയാണ്. രാവിലെ ചായയും ഇതും അടിക്കും നമ്മൾ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ഒരു ജ്യൂസ് എന്തെങ്കിലുമൊക്കെ വേണം പുറത്തു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. 4 മണിയാകുമ്പോൾ ഒരു ചായയും കടിയൊക്കെ ഉണ്ട്, അല്ലേ? പിന്നെ നമ്മൾ രാത്രി ഒരു ഇതുണ്ട്. അപ്പോൾ 6 പ്രാവശ്യം കഴിക്കുന്നുണ്ട്. ഇനി ഇതിന് കൂടാനേ സാധ്യതയില്ല, കുറയുന്നത് വളരെ കുറവായിരിക്കും. അത് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ കഴിക്കുന്നതാണ്. പക്ഷെ ശരീരത്തിൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്ന ജീവൻ്റെ ആഹാരം എന്താ? അത് പ്രാർത്ഥന. അത് നമ്മളോട് ഒരു 2 3 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞാൽ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ. നമ്മുടെ വീടുകളിൽ, പലവരുടെ വീടുകളിൽ ഞാൻ 2ാം പ്രാവശ്യം 3ാം പ്രാവശ്യമൊക്കെ പലപ്പോഴും പോകുമ്പോഴും ഇവിടെ വരുന്ന പലവരോടും ഞാനിത് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്ന വാക്ക്, സ്വാമി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ശരിയാവും, ഇപ്പം ശരിയാവും, സ്വാമി ഒന്ന് സമാധാനപ്പെടും, അല്ലേ? എന്താ കാര്യം? നമ്മുടെ ഈ പ്രാർത്ഥനാലയം പൂർത്തിയാക്കണമെങ്കിൽ നമ്മുടെ ജീവൻ ആ അർത്ഥത്തോളം ഉയർന്നിട്ടില്ലെങ്കിൽ ഇത് അവിടെ കിടക്കും. ഇത് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഗുരുവിന് വേണ്ടി കെട്ടുമെന്ന് വിചാരിക്കരുത്, ഒരിക്കലും അല്ല. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ജീവനിൽ ഇങ്ങനെ കിടക്കുന്ന തലമുറയായി ചെയ്തു വന്നു വച്ചിട്ടുള്ള ഗതികേടിൻ്റെ ഒരു അവസ്ഥയിൽ ഇത് തീർക്കാനാണ്. അതുകൊണ്ടാണ് ഒരു നിരീശ്വരവാദിയായ ഒരു കുട്ടി എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന കൊടും പാപമാണ്. എന്താണ് ചോദിച്ചു? ഇത്ര കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇവിടെ ബിൽഡിംഗ് കെട്ടേണ്ട വല്ല കാര്യമുണ്ട്? ഇതുകൊണ്ടൊരു 10 15 പേർക്ക് വീട് കെട്ടിക്കൊടുത്തിരുന്നെങ്കിൽ അവർ സ്വസ്ഥമായി ജീവിക്കില്ലേ എന്ന് എന്നോട് ചോദിച്ചാൽ. ഇതൊരു നിരീശ്വരവാദിയുടെ ചോദ്യമാണ്. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞങ്ങളിത് കെട്ടുന്നത് ഒരാൾ പോലും വീടില്ലാതെ ജനിക്കരുത്, അങ്ങനെ ഒരു ഭാഗ്യമില്ലാത്തവൻ ജനിക്കാൻ പാടില്ല, അതിൻ്റെ ആലയമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഒരു വാക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വിശക്കുന്ന മനുഷ്യ പുസ്തകം എടുക്കൂ, പുസ്തകം അതിൻ്റെ ഒരു ആയുധമാണ്. എൻ്റെ അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പണ്ട് സ്കൂളിൽ കോളേജിൽ പഠിക്കും, സോഷ്യൽ ടീച്ചറിൻ്റെ വലിയ പുസ്തകം എടുത്ത് മിഴിഞ്ഞ ഇതൊക്കെ മാറുമെന്ന്. അല്ല, ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അറിവ് നേടി വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അവന് ജോലി കിട്ടി, എന്തു ചെയ്യാം? വിശപ്പില്ലാതെ എന്ന പോലെ ഭാഗ്യമില്ലാത്തവൻ, അർത്ഥമില്ലാത്തവന് അവന് വീടുണ്ടാവില്ല, നല്ല വെള്ളമുണ്ടാവില്ല, അവൻ്റെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല, അവൻ്റെ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് അവൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും സ്വർണ്ണം അങ്ങോട്ട് ഇറങ്ങില്ല, ഉറപ്പാണ്. കോപ്പറേറ്റീവ് ബാങ്കൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പൈസ കൊണ്ടാണ്, അല്ലേ? നമ്മുടെ പലിശ പൈസ കൊണ്ടാണ്. ഇതിൽ നിന്നും മോചനം നേടാൻ ആലയമാണ്. അതുകൊണ്ടാണ്
നമ്മളിപ്പോൾ മാതൃമണ്ഡലത്തിനോടൊക്കെ പറഞ്ഞു സ്വർണം എത്ര കിട്ടുമെന്ന് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നു പറഞ്ഞു, എത്ര പൈസ തരാൻ പറ്റുമെന്ന് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു VSNക്കോട്, ശാന്തിമേമയോട്. എന്തിനാ? നമ്മൾ വാങ്ങാനല്ല, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതിനു വേണ്ടി ഒരു സൂക്ഷിപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് ചെയ്ത് പഴക്കമുള്ള അവരെല്ലാം നമ്മളാരും. ഒരു പ്രാർത്ഥന പോലും വീട്ടിൽ ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്ത ഗതികേടുള്ളവരാണ് നമ്മൾ. അത് ഗുരു എത്ര പ്രാവശ്യം പറഞ്ഞു. അതുമൂലം എന്താ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ വീട്ടിൽ രോഗങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഗുരു ആദ്യമായി പറഞ്ഞത്, നമ്മുടെ ചിട്ടയിൽ ആദ്യം പറഞ്ഞത് പ്രാർത്ഥനയാണ്. പിന്നെയാണ് ആരാധനയ്ക്ക് കാര്യം കൊടുത്തിട്ടുള്ളൂ. ആരാധന കഴിഞ്ഞിട്ടാണ് കർമ്മത്തിന് വന്നത്. പിന്നെയാണ് ഗുരുദർശനം എന്ന് പറഞ്ഞു ഗുരു. ഇത് 4 ചിട്ടയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഗുരു പറഞ്ഞിരിക്കണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ ഏത് കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പ്രാർത്ഥന എങ്ങനെ ചെയ്യണം എന്നാണ് ഗുരു പറഞ്ഞത്? നിങ്ങളുടെ വീട്ടിൽ ഒന്നിച്ച് ചെയ്യണം. അവിടെ ഒരു പ്രശ്നം വരും. നിങ്ങളുടെ വീട്ടിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നം വരും, അറിയോ? ഇവിടെയുണ്ട്, അത് വലിയ ഇഷ്യൂ ആണ്. എന്താണത്? ഒരാൾ ഓം എന്ന് പറഞ്ഞൊരൊറ്റ പോക്കാണ്. എവിടേക്ക്? കണ്ണൂർ പോയിട്ടുണ്ടാവും. ശ്രീ എന്ന് പറഞ്ഞ ആൾ കൊയിലാണ്ടിക്ക് പോയിട്ടുണ്ടാവും. പിന്നെ കരുണാന്ന് പറഞ്ഞൊരു പോക്കാണ് ഒരാൾ വേറെ സ്ഥലത്തേക്ക്. പിന്നെ കരയിലാവുന്ന ഇറങ്ങണം. പിന്നെ ഒരു ഗുരു. അപ്പോൾ ഗുരു എപ്പോഴും പറയണ്ട, ഏട്ടാ കരഗുരുവിനെ എന്തിനാടാ പ്രാർത്ഥിക്കണത്? നമ്മളിടം കേട്ടിട്ടുണ്ടോ അറിയില്ല. കൊണ്ടുപോകണമെന്നൊക്കെ ചോദിക്കും. അഖണ്ഡനാമം ഗുരു പറഞ്ഞത് നാമജപമായിട്ടെന്നെ ചൊല്ലണം. അഖണ്ഡനാമം നീട്ടി വലിക്കരുത്. പിന്നെ മന്ത്രമായി ചൊല്ലാം. എവിടെ? ഞങ്ങൾ ചൊല്ലുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ, അല്ലേ? പുഷ്പാഞ്ജലി ചൊല്ലുമ്പോൾ അഖണ്ഡ മന്ത്രമാണത്. അത് മന്ത്രവും നാമമായി ചൊല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് ഗീതമാക്കരുത്. ചിലവരൊക്കെ ഓം ശ്രീ എന്നിട്ടൊരു പോക്കാണ്. അവിടെ ഞാൻ പൗർണമിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, മൈക്കിൽ ഏകമായ നാമമായി ചൊല്ലാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ പലപ്പോഴും രാത്രിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഈ 3-ാം തീയതിയൊക്കെ രാത്രിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ 1 മണിയാകുമ്പോൾ ഗുരു വരും. എടാ ഇങ്ങനെ ഒരു മൂളിച്ചയായി മാറണം പ്രാർത്ഥന. എന്നിട്ട് മൂളൽ വരാം. അപ്പം എന്താ, ഒന്നിച്ച് ആ ഒരു ചിട്ടയിൽ നമ്മുടെ വീട്ടിൽ ആ പ്രാർത്ഥന വരുമ്പോൾ, വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വന്നാണ് ഞാനും ഭാര്യയും. ആ വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വന്ന ജനിച്ചിട്ടുള്ള എൻ്റെ മക്കളിൽ ഒരേ സ്വഭാവത്തിലുള്ള ഒരു അന്തരീക്ഷം ആ വീട്ടിൽ വരും. ആ അന്തരീക്ഷം വന്നാലേ നിങ്ങളുടെ കടം വീടുന്നു. ആ അന്തരീക്ഷം വന്നാലേ നിങ്ങളുടെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ രോഗങ്ങൾ മാറണമെങ്കിൽ ആ അഖണ്ഡനാമം നീട്ടി വലിക്കാതെ ചൊല്ലണം. നമ്മളെങ്ങനെ ചൊല്ലാറ്? നീട്ടലാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഗുരു പറഞ്ഞു, നിങ്ങളുടെ കാര്യവും നീണ്ടു പോകും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എന്ത് സംഭവിക്കും? നീണ്ടു. എൻ്റെ കുഴപ്പമല്ല എന്നാണ് ഗുരു പറഞ്ഞു. മറ്റേത് നിങ്ങൾ ശക്തമായ രീതിയിൽ പ്രാർത്ഥിക്കണം എന്നാണ് ഗുരു പറഞ്ഞു. എങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു ഉറപ്പ്? അല്ല, ഇവിടെ ഇടയ്ക്കൊരു കഥ പറയുന്നുണ്ട്. ഞാനും അത് അനുഭവത്തിൽ ഇവിടെ പറയുന്നുണ്ട്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു മഹാത്മാവ് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ മഴയില്ല. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും, അല്ലേ? അപ്പോൾ മഴയില്ല എന്ന് പറയുമ്പോൾ ആ മഹാത്മാവ് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി ആ മൈതാനത്തിൽ വന്ന് ശക്തിയായിട്ട് പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും. മനോജ് മാത്തനെ പോലത്തെ, എന്നെ പോലത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? എന്നാൽ പോവാവോ. പക്ഷെ സ്നേഹിതനെ പോലത്തെ ആൾക്കാർ എന്ത് ചെയ്തു? കോട്ടയെടുത്തു കയ്യിൽ. എന്താ കാരണം? ഉറപ്പുണ്ട്. ഞങ്ങൾക്കൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല. നമുക്ക് ഗുരുവിൽ ഒരു ഉറപ്പ് വേണം. പ്രാർത്ഥിച്ചാൽ നേടും, എനിക്ക് സാധിക്കും, അത് ഉറപ്പാണെന്നുള്ള ഒരു ഉറപ്പ് ആർക്ക് വേണം? നമുക്ക് വേണം. അതുണ്ടാവില്ല. കാരണം നമ്മുടെ പ്രകൃതി നമ്മൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് മുമ്പ് പ്രാർത്ഥിച്ച ഒരു കാര്യവും നടന്നിട്ടില്ല. ഏതാണ്? നമ്മുടെ മുമ്പ് കാലത്തെ പ്രാർത്ഥനാ രീതി അങ്ങനത്തെയായിരുന്നു, അല്ലേ? നമ്മുടെ അടുത്ത് നമ്മൾ എപ്പോൾ എന്തെങ്കിലും വിഷമമായിട്ടൊരു പണിക്കാരടുത്ത് പോയാൽ പറയും, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം,
അവിടെ രക്തപുഷ്പാഞ്ജലിയും ഇരട്ടി മധുരവും ചെയ്യണം, ഋതുക്കൾക്ക് വേണ്ടി അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്യും. അടുത്ത പ്രാവശ്യം വേറെ പണിക്ക് പോയി ഇതേ കാര്യമാണ് ആൾ വേറെ പറഞ്ഞു തരും. ചിലപ്പോൾ അയാൾക്ക് വല്ല ഏജൻറ്റുമായി ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ഇത് എവിടെ പോയാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എൻ്റെ തറവാട്ട് അമ്പലത്തിൽ നിന്ന് ആൾക്കാർ വരുന്നത്. എന്താണ്? ദേവിക്ക് ശക്തി പോയിരിക്കുന്നു, പുനഃപ്രതിഷ്ഠ ചെയ്യണം, 1,00,000 രൂപയാണ് നിങ്ങളുടെ കുടുംബത്തിന് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഇത്? ഇത്ര കാലം ഞാൻ ആരാധിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ള ദൈവത്തിന് എന്ത് സംഭവിച്ചു? സംഗതി കയ്യിൽ നിന്ന് പോയി. ഞാൻ പണ്ട് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇടയിൽ ഉറപ്പ് വേണം പ്രാർത്ഥനയിൽ. ആ പ്രാർത്ഥന നിർബന്ധമായും നമ്മൾ അഖണ്ഡനാമത്തിൻ്റെ ജപത്തോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ. നമുക്ക് 3 വരിയിൽ അവസാനത്തെ 3 വരി അത് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അതീവ സത്യപ്രകാശം. എന്നാണ് അതീവ സത്യപ്രകാശം കിട്ടിയത്? 94 ഗുരുജയന്തിക്കാണ് അത് ചൊല്ലാൻ തുടങ്ങിയത്. 93, 94 ജൂലൈ വരെ നമ്മൾ 2 വരിയുണ്ടായിരുന്നു. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമ, ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ, ഈ 2 വരിയുണ്ടായിരുന്നു. 94 ജൂലൈ മാസം കഴിഞ്ഞ് ആഗസ്റ്റ് മാസത്തിൽ ഈ വിവരം തരുന്നു. പിന്നെ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ഗുരുവിൻ്റെ ജയന്തിക്ക് പോയപ്പോൾ അതീവ സത്യപ്രകാശം 3 പ്രാവശ്യം ചൊല്ലണം. പക്ഷെ നമുക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഈ സത്യപ്രകാശം ഇതും ചൊല്ലിപ്പോയ ആൾക്കാർ പ്രാർത്ഥനാലയത്തൊക്കെ നമ്മൾ 3 പ്രാവശ്യം ചൊല്ലുമ്പോൾ കാരണം ഇപ്പോഴത്തെ നമ്മൾ തെറ്റുണ്ട്. ഇത്രയും ചൊല്ലിയിട്ട് തന്നെ 3 പ്രാവശ്യം തെറ്റുമ്പോൾ നമ്മൾ ഇടയിൽ കൂടെ പരബ്രഹ്മയൊക്കെ കയറി വരും. ചിലവർ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്, കാരണം ശ്രദ്ധ എവിടെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധ എവിടെയായിരിക്കും? കൺസേൺ സൈക്കിളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചില അമ്മമാർക്ക് മോട്ടോർ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ടെൻഷനില്ല, വീട് പൂട്ടിയിട്ടുണ്ടോ, ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോറിക്ഷ വന്നു എന്നൊക്കെയുള്ള ടെൻഷനിൽ. അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഗുരു പറഞ്ഞു. പിന്നെ ആരോ എന്നോട് ചോദിച്ചു, വീടിൻ്റെ ഡോറൊക്കെ തുറന്നിടണോ പ്രാർത്ഥിക്കുമ്പോൾ? ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല. എന്താ പറയുക, കള്ളന്മാരുള്ള സമയമാണ്, അവർക്കിതൊന്നും മനസ്സിലാവില്ല. തുറന്നിട്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. അഖണ്ഡനാമം എന്ന് പറയുന്ന ആ സത്യമായ പ്രാർത്ഥന വരുമ്പോൾ നമ്മൾ വീട്ടിലെ ആ ഋതുക്കളിൽ നിന്നും നമ്മൾ ആരാധിച്ചവയും നമ്മളെ വിഘടിപ്പിച്ച് ജാതി കൊണ്ട് വിഘടിപ്പിച്ചിട്ടുള്ള കർമ്മഗതി നമ്മുടെ കുടുംബത്തിൽ വളരെ വലുതായി കിടക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ആദ്യമായി പോയ ഉടനെ അദ്ദേഹത്തിന് ഗുരുപൂജ ചെയ്യണം. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടല്ല പോയത്, പിന്നെ ആരുടെ കഴിവുകൊണ്ടാണ് പോയത്? ആ ബിരുദുകൊണ്ട് തള്ളിക്കൊണ്ടുപോയിരിക്കുന്നു. കാരണം അതിനറിയാം രക്ഷപ്പെടാൻ ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. ഇപ്പം രാജീവ് സാറ് മകളെ എഞ്ചിനീയറിംഗ് കോളേജ് ചേർത്തിന് എന്തിനാ? രാജീവ് സാർ അറിയാം, മകൾ പഠിച്ച് എഞ്ചിനീയറായ എനിക്ക് ഗുണമാണ്. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന മിക്കവരും പഠിപ്പിക്കുന്ന എന്തിനാ? ആത്മജ്ഞാനം കിട്ടാനൊന്നുമല്ല. എൻ്റെ കുട്ടി പഠിച്ച് ജോലി കിട്ടി കഴിഞ്ഞാൽ ആരെ ഗുണം ആർക്കാ? ഇതേപോലെയാണ് നമ്മുടെ സിദ്ധശ്രീധരേട്ടൻ്റെ കാര്യം. ദാമോരേട്ടൻ അറിയാം. ദാമോരേട്ടൻ്റെ കൂടെയാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞു സിദ്ധശ്രീധരേട്ടൻ. അല്ല, നിങ്ങളുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എന്തിനു പോയപ്പോഴാണ് ഗുരു പറയണത്, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വരും. എന്താ കാരണം? സിദ്ധശ്രീധരേട്ടൻ്റെ കഴിവല്ല. 10-15 മണിക്കൂർ ഹഠയോഗം ചെയ്ത് ജീവൻ കടുകമണി പോയ ഒരു ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത മഹാത്മാവായി പെട്ടു നിൽക്കുകയാണ്. ആ ജീവൻ അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല, ഇന്ന് അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല. ആ ജീവനെ കണ്ടിട്ടാണ് ഗുരു പറയുന്നത് എന്താണ്, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ നിൻ്റെ വീട്ടിൽ ഞാൻ വരും. ബാക്കിയുള്ള കാര്യമൊക്കെ ഇവിടെ വിശദമായിട്ട് പറയും. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നും പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അഖണ്ഡനാമമായിട്ട് ചൊല്ലാൻ പഠിക്കണം. ഒരുപാട് സ്പീഡിലും ചൊല്ലരുതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നീട്ടി വലിച്ചും ചൊല്ലരുത്. എന്താണ് സ്പീഡ് ചൊല്ലിയുള്ള കുഴപ്പം? നമുക്ക് അതിൻ്റെ ഒപ്പെത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് നടക്കേണ്ട സമയങ്ങളല്ല, അതിൻ്റെ മുമ്പ് നടന്നാലും നമുക്ക് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു നാമജപത്തിൻ്റെ രീതിയിൽ ഒരു വണ്ട് മൂളുന്നത് പോലത്തെ ആ ധർമ്മത്തിൽ ആ പ്രാർത്ഥന നമ്മൾ കൊണ്ടുപോകണം.
അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നത്തിനൊപ്പം തന്നെ ദേശത്തിൻ്റെ പ്രശ്നം തീർക്കാനാണ് വ്യാഴാഴ്ച പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. പല വീടുകളിലും ഞാൻ പോയി വ്യാഴാഴ്ച പ്രാർത്ഥന എന്താ ചോദിച്ചപ്പോൾ അവർ പറയണത് ഈ VSN കിടന്ന് സ്ട്രോങ് ആക്കാനൊക്കെ കാണുമെന്നൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും അല്ലാതെ ഒരു ദേശത്തിൻ്റെ ഒരു 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 യൂണിറ്റിൻ്റെ ഇരിക്കുന്ന വീടുകളിലെ ഓരോ അണുക്കളിൽ അത് മാറ്റം വരണം. അതൊരു സയൻസാണ്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ വരുന്ന ആരാധനാദോഷം കൊണ്ട് വരുന്ന ഈ രോഗങ്ങൾ, മന്ദബുദ്ധിയായാലും ഈ ഫിക്സ് വന്ന് വീഴുന്നായാലും മദ്യപാനികളായാലും ഇതെല്ലാം മാറുന്നത് ദൈവം തന്ന ഈ പ്രാർത്ഥന കൊണ്ടാണ്. ആ പ്രാർത്ഥനയ്ക്ക് അതിയായ ശക്തിയുണ്ട്. അത് പലപ്പോഴും നമ്മൾ തെളിയിച്ചതാണ്. ശാന്തിഗിരിയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല, ഒരു മഴ പെയ്യില്ല എന്ന് പറഞ്ഞ പാലക്കാട് പോയി പറഞ്ഞപ്പോൾ ശിഷ്യഭൂതം നോക്കിയിട്ട് എന്താ പറഞ്ഞത്? ഗുരുവുണ്ട്, ഗുരു ശിഷ്യഭൂതത്ത് പറഞ്ഞു, എന്താ നോക്കാൻ പറഞ്ഞു. എന്താണ്? നമ്മളാണ് കാരണം. ഈ മഴ പെയ്യാതിരിക്കാൻ കാരണം എന്താ? അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ മഴ പെയ്ത് എങ്ങനെയുണ്ടാവും? തമിഴ്നാട്ടിൽ നിന്നൊരു കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? തമിഴ്നാട്ടിൽ മഴ പെയ്താൽ എന്താ കുഴപ്പം? അവർക്ക് ഇഷ്ടമല്ല. കാരണം അവിടെ വെള്ളം കെട്ടി നിൽക്കും. ഇത് നമ്മുടെ അവിടെയോ എത്ര പെയ്താലും പ്രശ്നമല്ല. ഇത് നമ്മുടെ ജീവൻ്റെ ആ ചിന്താഗതിയായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവൻ്റെ ബന്ധമാണത്. അപ്പം ഇതേപോലെ നമ്മുടെ ജീവൻ്റെ ഭാഗ്യക്കുറവ് കൊണ്ട് എന്ത് സംഭവിച്ചു? കൃഷി ചെയ്യുന്ന നമ്മളവിടെ മഴ പെയ്യുന്നില്ല, മോട്ടർ അടിച്ചിട്ടൊന്നും എത്തുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം ഗുരു നമ്മളോട് പറഞ്ഞത് എന്താ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എന്നെ പോലത്തെ കുറച്ച് നിരീശ്വരവാദമുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചാൽ അവിടെ മഴ പെയ്യുമോ? പക്ഷേ അനുഭവത്തിൽ സംഭവിച്ചു. ശക്തമായ മഴയായിരുന്നു. അന്ന് പത്രത്തിലൊക്കെ പത്രക്കട്ടിങ് എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് എന്തും നേടാം. അതിൻ്റെ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം. അതാണ് ഇവിടുത്തെ ഈ കാര്യത്തിനൊക്കെ നമ്മളോട് ഗുരു പറഞ്ഞത്, പ്രാർത്ഥന വേണം. ഏതിന്? ഇത് പൂർത്തീകരിക്കാൻ. സഹകരണ മന്ദിരത്തിന് അങ്ങനെയാണ് ഗുരു പറഞ്ഞത്. സഹകരണ മന്ദിരം കെട്ടിത്തരാമെന്ന് പലവരും വന്ന് പറഞ്ഞു. താമരേട്ടനൊക്കെ പൈസയും കൊണ്ടുപോയി, ഞാൻ കെട്ടിത്തരാറുണ്ട്, അത്രയും പൈസയും. പക്ഷേ ഗുരു പറഞ്ഞത് എന്താ? എടാ സമയമായിട്ടില്ല, നിൽക്കട്ടെ, ഞാൻ പറയാം. അതിൻ്റെ കാര്യകാരണങ്ങൾ ഗുരു പിന്നെ പറഞ്ഞു തരികയുണ്ടായത്. എടാ അതൊരു ദൈവനിശ്ചയമാണ്. ഇത് പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ കർമ്മം കൊണ്ടും ഇതിലൂടെ ഏതെല്ലാം കുടുംബത്തിൻ്റെ ഗതികേടാണോ മാറിക്കിട്ടേണ്ടത് അത് മാറണം. അങ്ങനെ ഓരോരുത്തരും ഗുരു വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ കാലത്ത് ആൾക്കാരോട് ചോദിച്ചു നോക്കൂ. കണ്ണൂരിലെ ചില ആൾക്കാരെ വിളിച്ചു വരുത്തി, നീ ഇന്നതുപോലെ അവിടെ നിന്ന് ജോലി ചെയ്യണം, നീ ഇന്നത് ചെയ്യണം എന്ന് ഗുരു പറഞ്ഞിട്ട് അവരുടെ ഈ കുടുംബത്തിൻ്റെ ഈ ഗതികേട് മാറാൻ വേണ്ടിയാണെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പം ഇതുപോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉറച്ച വിശ്വാസത്തിൻ്റെ ഒരു മഹിമ നമുക്ക് വേണം. അപ്പോൾ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട യാമങ്ങളിലാണ്. എന്താണ് യാമം പറഞ്ഞ? എന്താണ് യാമം പറഞ്ഞു കഴിഞ്ഞാൽ? ശരി, അതൊരാൾ പറഞ്ഞു 3 മണിക്കൂർ കൂടുമ്പോൾ സംഭവിക്കുന്നതാണ് യാമം. സംഭവിച്ചു. വരട്ടെ. യാമം എന്ന് പറഞ്ഞാൽ യമം എന്ന അർത്ഥവും കൂടി. യമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്രേ ഉള്ളൂ. ഒരു ടേക്ക് അല്ലേ, ബ്രീത്തിനെയും യമിക്കുക എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ യമിക്കുന്നതിനൊരു കണക്കുണ്ട്. അത് 3 മണിക്കൂർ എന്ന കണക്കിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഭൂമിക്കാണ് ഈ നിങ്ങൾ ചൊവ്വാഗ്രഹം കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. വ്യാഴഗ്രഹത്തിന് അങ്ങനെ അല്ലല്ലോ. ശനി ഗ്രഹത്തിൻ്റെ സ്പീഡ് വേറെയുള്ള ഇതിനുള്ളിൽ തന്നെ ഇപ്പം നിരീശ്വരവാദികളുണ്ടാവും. അവരിപ്പോൾ തന്നെ ചോദ്യങ്ങൾക്ക് എഴുതിയെടുത്ത് കൊണ്ടുതരും. ഭൂമിയുടെ കാര്യം മാത്രമേ ഞാൻ സംസാരിക്കുന്നു. ഈ ഭൂമി 24 മണിക്കൂർ കൊണ്ട് 8 യാമത്തിൻ്റെ കണക്കിലാണ് അത് തിരിയുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഈ ദൈവത്തിൻ്റെ ഈ ഊർജമാവുന്ന യമം എന്ന് പറയുന്ന ഊർജത്തിൻ്റെ സമയത്ത് നമ്മളിവിടെ ആരാധന ചെയ്യുകയും
നമ്മൾ വീടുകളിലോ അല്ലെങ്കിൽ ക്ലാസ്സിലോ ജോലിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈ ജീവൻ്റെ പാത്രമായിരിക്കുന്ന പ്രാർത്ഥന എടുത്ത് അതിലേക്ക് ഏൽപ്പിച്ചു ആ ദിവ്യപ്രകാശം അല്ലെങ്കിൽ ആ സത്യവിശേഷമായിട്ട് നമ്മൾ ചേർക്കാൻ പോകും. ഇതൊരു കണക്ഷനാണ്. ആ കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ സമയങ്ങളിൽ നമ്മുടെ വീടുകളിലായാലും എവിടെയായാലും ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കണമെന്ന്. ആ കുട്ടി പറഞ്ഞ കാര്യം അതാണ്. ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും അവർ ബിസ്മില്ലാഹി റഹീം എന്നോട് തുടങ്ങും. നമ്മളോ വേറെ പണിയൊന്നുമില്ല, സ്വാമിക്ക് ഫോണിലിരുന്ന് ചോരണ്ടുണ്ടാവും. അതല്ല അവരുടെ കാര്യം. അവരുടെ സ്വർഗലോകം വരെ പറഞ്ഞിട്ടുള്ള ഒരു ഗുരുവിനെയാണ് അവർക്ക് കിട്ടിയത്. അതിന് മുറുക്ക പിടിച്ചു. നമുക്കോ അതീവ സത്യപ്രകാശവും കഴിഞ്ഞ് നവോല് ജ്യോതിസ്വരവും ആദിസങ്കല്പവും കഴിഞ്ഞ് പോകുന്ന ജീവന്റെ തലം വരെ പറഞ്ഞിരുന്ന ഗുരുവിനെ കിട്ടി. എന്നിട്ട് നമ്മളെന്താ പറയണത്? അത് ഗുരുവിന് അങ്ങനെയൊക്കെ പറയാം, നമുക്ക് സാധിക്കില്ല. ഈ തത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് നമുക്ക് ഈ രാജ്യം വിട്ടുപോവാ, ഇവിടെ ചൂട് കൂടുതലാണ് എന്ന് അവരുടെ ഗുരുവിനോട് അവർ പറഞ്ഞപ്പോൾ ആ കാരുണ്യവനായ ഗുരു പറഞ്ഞെന്താണ്? നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞ് തല നിലത്തടിക്ക്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതിൻ്റെ അടിയിലുണ്ട്. നമ്മളോട് പറഞ്ഞിരുന്നെങ്കിലോ നമ്മൾ അപ്പം തന്നെ പറയും എന്തോ കുഴപ്പമുണ്ട്. അല്ല, നമ്മുടെ പലവരും പറഞ്ഞിട്ടുണ്ട് ഗുരുവിന്. ഞാനത് നുണ പറയല്ല. ഒരു കാര്യത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റ് പോകുമ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ വലിയ ഓഫീസർമാരെയൊന്നും കാണരുത്, ഞാൻ പറയുന്നത് പോലെ പ്യൂണിനെ പോയി കാണണം, അവനത് സാധിച്ചു തരാൻ സാധിക്കുള്ളൂ എന്ന് ദൈവമാണ് പറയുന്നത്. അപ്പോൾ പോണ ആൾ പറഞ്ഞു, ഗുരുവിന് സെക്രട്ടേറിയറ്റിനെ കുറിച്ച് വലിയ അറിവില്ല എന്നാണ്. പോകുന്ന IAS ഓഫീസർ ലെവലിൽ ഇരുന്ന ആളാണ്. പക്ഷെ അവസാനം ഗുരു പറഞ്ഞ രീതിയിൽ പോയപ്പോഴാണ് അത് ശരിയായത്. കാരണം ദൈവത്തിനറിയാം ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ. കണ്ണുള്ളവന് ഇത് പ്രശ്നമല്ല. കണ്ണു കുരുടന്മാരാണ് നമ്മൾ, ജീവൻ്റെ കണ്ണിലില്ലാത്തവരാണ് നമ്മൾ. അപ്പം അതുകൊണ്ടാണ് ഗുരു എവിടെ പോകുമ്പോഴും യാമം എന്ന കർമ്മത്തിൽ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രകാശത്തിൻ്റെ ഒപ്പം ഈ ജീവനും ഉയരാൻ എളുപ്പമാണ്. അടുത്തത് ഗുരു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാവും. എന്താ ദാമോരേട്ടൻ പറഞ്ഞ അതാണ്. നമ്മൾ ആശ്രമത്തിൽ നിന്ന് ഗുരുവിൻ്റെ അനുഭവത്തോടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുള്ളൂ. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ, ഇപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പോണ വണ്ടി എങ്ങനെ നമ്മൾ എടുക്കാറ്? ട്രെയിൻ ആകുമ്പോൾ നമ്മൾ ആ ട്രെയിൻ ഇളകുമ്പോൾ ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു ട്രാൻസ്പോർട്ട് ബസ്സാണെങ്കിൽ, KSRTC ആണെങ്കിൽ, നിങ്ങൾ ആ വണ്ടിയിലാണ് കയറിയെങ്കിൽ ഗുരു പറഞ്ഞു, എടാ ആ വണ്ടി എടുക്കണ നിമിഷം, നീ കയറിയ നിമിഷം മുതൽ നീ എന്ത് ചെയ്യണം? ഒന്ന് പ്രാർത്ഥിച്ചോ. ട്രെയിൻ എടുക്കുമ്പോൾ നമ്മൾ സ്വന്തമായി വണ്ടി വിളിച്ചിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ടേ വണ്ടി എടുക്കാവൂ. ഇത് നമ്മുടെ ചിട്ടയാണ്. എന്തിനാണ്? ദൈവത്തിന് വേണ്ടിയിട്ടില്ല. ദൈവത്തിനിപ്പോൾ നിങ്ങൾ കാറിൽ പോയാലും ബസ്. എൻ്റെ ജീവൻ്റെ പ്രകാശം ആരുമായി യമിക്കണം? സർവസ്വമായ എൻ്റെ ഗുരുവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എപ്പോഴും വേണം. ആ കണക്ഷൻ എപ്പോഴും ഉള്ളത് കൊണ്ടാണ് ഗുരു നമുക്ക് അനുവാദം തരികയും തരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് എല്ലാവിടെയും ഉള്ള കാര്യമാണ്. ഇത് എത്രയോ അനുഭവത്തിൽ നമുക്കുണ്ടായ കാര്യങ്ങളാണ്. ഏത് കാര്യങ്ങളും നടക്കണമെങ്കിൽ, നമുക്ക് രോഗം മാറണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെങ്കിൽ നമുക്ക് ഏകമായ മാർഗം ആദ്യം കുടുംബത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തോടെ പ്രാർത്ഥിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗതികേട്. അതെല്ലാവരുടെ കാര്യത്തിലും ഗുരു പറഞ്ഞിട്ടുണ്ട്. എടാ, നിങ്ങളുടെ കുടുംബത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ഇത് പോയി കിട്ടുമ്പോൾ. പക്ഷെ നമ്മളെന്ത് ചെയ്യും? കുടുംബത്തെ ഒന്നിച്ച് വിളിച്ചുകൊണ്ട് വന്ന് പോകാൻ നമ്മൾ പാടുപെടും. പല വീടുകളിലും തെപ്പത്തിനിടയ്ക്കൊക്കെ ചിലവരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് 41 വിളിച്ചപ്പോൾ പകുതി പേരില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും റെഡി പറയും. ആ ദിവസത്തെത്തുമ്പോഴോ ഉണ്ടാവില്ല. ഇതന്നെയാണ് നമ്മുടെ ഗതികേട്. അങ്ങനെ ഗുരു പറഞ്ഞത്, നിങ്ങളുടെ 7 തലമുറയിൽ നിന്ന് വന്നിട്ടുള്ള രോഗങ്ങളും വിഷമങ്ങളും നിങ്ങളെ ബാധിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിൽ വരും. നമ്മുടെ ശരീരത്തിൻ്റെ രൂപം എങ്ങനെയാണ്?
അന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായോ? രാജേട്ടനോട് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാകും, ഗുരുടാ നിൻ്റെ ശരീരം പോലും അങ്ങനെടാ, ഒന്ന് ശരിയാക്കി എടുക്കുക പറഞ്ഞു. പക്ഷെ നമുക്ക് മനസ്സിലായില്ല. ഇന്ന് മോഡേൺ സയൻസ് പറഞ്ഞു തുടങ്ങി. DNA ഇതിലൂടെ 7 തലമുറയുടെ ഇതെങ്ങനെ മാറ്റാം, എനിക്ക് വരുന്ന അസുഖങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനമാണെന്ന ഗുരു. ചിലവർ ഗുരുവിനെ നമസ്കരിക്കണമെന്ന് പോലും ഗുരു ചൂണ്ടിക്കാണിച്ചു പറയും, ഇത് അവൻ്റെ ആരാധനാമൂർത്തിയുടെ രീതിയാണ്. ചിലവർ കരയും, എപ്പോൾ കണ്ടാലും കരയും. ഗുരു ഒരു കരയട്ടെ. ചിലവരിങ്ങനെ കയ്യേക്കാൻ മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നമസ്കരിക്കും. അത് പല രീതിയിലും അവരുടെ ആരാധനാമൂർത്തിയുടെ വശം കൊണ്ടാണ് അത് തിരുത്തി വരുന്നത്. അപ്പം നമ്മൾ ഈ നമ്മുടെ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ കാണുന്ന പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ പട്ടാള രാമകൃഷ്ണൻ, യക്കിയമ്മ എന്ന് പറയുന്ന നമ്മുടെ സഹദേവൻ വൈദ്യരുടെ അമ്മ, ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇവരുടെയൊക്കെ വന്ന ഉടനെ ഗുരു മാറ്റിയല്ലേ ചെയ്ത്. എന്താ അവരോട് പറഞ്ഞത്? പ്രാർത്ഥിക്കാനാവും. കുടുംബത്തോടുകൂടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറയും. അവിടെയുണ്ട് പ്രശ്നം എന്നാ പറയുന്നത്. രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അതൊരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മഹേശൻ. നിങ്ങൾക്കറിയും, പഴയ കാലത്തൊക്കെ ദർശനം നോക്കുന്ന മഹേശൻ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞൊരു അനുഭവം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. പണ്ടൊക്കെ ഈ രോഗവുമായിട്ടും ഇതുപോലെ പൈശാചിക രോഗമായിട്ട് പല ആൾക്കാരും ആശ്രമത്തിൽ വരും. വന്നു കഴിഞ്ഞാൽ ഗുരു പറയും, എല്ലാ മതത്തിൽ നിന്നും വരെ, നിങ്ങൾ വിശ്വസിക്കരുത്, നമ്മൾ ഇതല്ല, എല്ലാ മതത്തിൽ നിന്നും വരും. ചില ആൾക്കാർക്ക് ഗുരു പറഞ്ഞ ദിവസം ഈ അസുഖം മാറിയിട്ടുണ്ടാവും. അത് പ്രത്യേകിച്ച് അദ്ദേഹം പറയണത് ഈ ക്രിസ്ത്യൻ മതത്തിൽ നിന്നും അതേപോലെ ഈ മുസ്ലിം മതത്തിൽ നിന്നും വരുന്നവരുടെ അസുഖങ്ങൾ ഗുരു പറഞ്ഞ ദിവസം ഇവരെ പ്രാർത്ഥന, അത് ശക്തിയായിട്ട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും, അവരെ മാറും. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ എന്താ സംഭവം? മാറില്ല. അഥവാ മാറിയാലും വേറൊന്ന് തുടങ്ങും. അപ്പോൾ ഗുരു പറയും വീണ്ടും ഒരു പ്രാർത്ഥനാ സമയം വെച്ച് തരും. അപ്പോൾ എല്ലാ ദിവസവും 6ൻ്റെ ആരാധന പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രാർത്ഥനാഞ്ജലിയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഗുരുവിൻ്റെ സത്സംഗം ഉണ്ടാവും. എവിടെ അറിയോ? നമ്മുടെ ആ കിണറില്ലേ, ഇപ്പോൾ വള്ളം കോരുന്ന കിണറില്ല, അതിൻ്റെ മുൻവശത്ത് എല്ലാവരും കൂടി ഇരിക്കും, ഗുരു സംസാരിക്കും. അപ്പം അന്നത്തെ ആൾക്കാരുടെ ഒരു സംശയം ഏതായിരുന്നു? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൻ്റെ ആൾക്കാരുടെ അസുഖം മാറാത്തതും മറ്റെല്ലാ മതത്തിൻ്റെ ആൾക്കാർ പെട്ടെന്ന് അസുഖം മാറിപ്പോവുകയും ചെയ്യുന്നു? മാത്രമല്ല ഗുരുവിൻ്റെ ഗുരു ആരാ? അപ്പോൾ ഒരു സംശയം വരുമല്ലോ അല്ലേ, അതുകൊണ്ടായിരിക്കുമോ? അല്ല, സംശയം എങ്ങനെയും വരാം. അന്ന് സ്വാമി എന്നൊക്കെ വിളിക്കുന്ന കാലമാണ്. അദ്ദേഹം പറഞ്ഞാലുള്ള ഒരു അനുഭവമാണ്. ഗുരു അതിന് വ്യക്തമായ മറുപടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എടാ, അവർക്ക് ഒറ്റ ഒന്നേ പ്രശ്നം വരാനുള്ളൂ. ഒന്ന് ജിന്നായിരിക്കും. ആർക്ക്? ഇസ്ലാം. അത് എളുപ്പമാണ് മാറ്റാൻ. മറ്റവർക്ക് എന്നേ വരില്ലോ, മാലാഖ ലെവലിൽ നിൽക്കുന്ന അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുള്ളൂ. അതും ഒരു നിമിഷം കൊണ്ട് മാറ്റാം. നിങ്ങളുടെ കാര്യത്തിലോ ഒരു ഇങ്ങനെയാണോ? നിങ്ങളുടെ കാര്യത്തിലോ 38 മുക്കോടി കിടക്കുകയാണ്. ഇവർ ഇരുട്ടിലാണ് കിടക്കുന്നത്. ഈ പൃഥുക്കൾ, ഇതിൻ്റെ താഴെ പോയി കിടക്കുന്ന സകല പൃഥുക്കളും ഇരുട്ടിലാണ്. ഇവർക്ക് ഒരു പ്രകാശത്തിൻ്റെ ചെറിയ ഒരു കണം കാണുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും? സോമാലിയത്തെ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടിയ പോലെയാണ് അല്ലേ നമ്മൾ പറയുക. എന്ത് ചെയ്യും? ചാടി വീഴുന്നവർ. അപ്പം അദ്ദേഹത്തിനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പോലെ എന്നെ പോലത്തെ ഒരാൾ ഗുരുവിൻ്റെ മുന്നിൽ ഒരു അസുഖമായി ചെല്ലുന്നു. കാരണം ഈ പൃഥുക്കളാണ്. ചെല്ലുമ്പോൾ അടുത്ത ആൾ റെഡിയായി നിൽക്കുകയാണ്. എന്തിനാ? ഇവൻ മാറിയാൽ ആരാ? അടുത്ത് ഞാനാണെന്ന് റെഡിയായി നിൽക്കുക. അപ്പൊ ഈ അടുക്കായിട്ട് വരുന്ന ഈ കാണുന്ന ആരാധനാമൂർത്തികളെ ഒന്നൊന്നായിട്ട് ഗുരു മാറ്റുക. ഇതാണ് സഹദേവൻ വൈദ്യരുടെ കാര്യം. നിങ്ങൾ വായിച്ചിട്ടോ? പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ അമ്മയുടെ കാര്യം? അദ്ദേഹമൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഗുരുവിന്റെ അടുത്ത് വന്നൊരു കുടുംബമാണ്. ഞാൻ പറഞ്ഞെന്താണ് വിശ്വസിക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക്
എപ്പോഴൊരു ഇഷ്യൂ വരും. വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വീട്ടൊക്കെ അടുത്ത് തരിപ്പണാവും. പല സ്ഥലത്തും കൊണ്ടുപോയി. ആരോ ഒരാൾ പറഞ്ഞു പോത്തങ്കോട് ഒരു സ്വാമിയുണ്ട്, അവിടെ കൊണ്ടുപോകാൻ. അപ്പൊ അദ്ദേഹം വളരെ ചെറുപ്പമാണ്. അച്ഛനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇതൊന്നും അദ്ദേഹം അംഗീകരിക്കില്ല. ഇവർ രണ്ടുപേരും കൂടി വന്നു. അദ്ദേഹത്തിനെ ഞെട്ടിച്ചുകൊണ്ട് ആ അമ്മ എന്നുവെച്ചാൽ ഇന്നുവരെ കാണാത്ത ഭക്തിയോടുകൂടി ഗുരുവിന്റെ കാലിൽ ഇന്നുവരെ ആരും പരബ്രഹ്മമേ എന്ന് പറഞ്ഞിട്ട് വീണിട്ടില്ല. ആദ്യമായി ഗുരുവിനെ ആരാ വിളിച്ച്? ആ സൂക്ഷ്മത്തിൽ നിൽക്കുന്ന അതിശക്തമായി നിൽക്കുന്ന സാധനമാണ് ഗുരുവിന്റെ കാലിൽ ആദ്യമായിട്ട് എന്തുകൊണ്ട് വീണത്? പരബ്രഹ്മം. അത് വീണ രീതിയൊക്കെ കാണുന്ന അദ്ദേഹം പറയണം. അതിന്റെ ആ ഭക്തിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. കഥകളിയെക്കാട്ടിലും ആ ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ച് കൃത്യമായി ഗുരുവിന്റെ കാലിൽ വീഴും. ഗുരു എന്താ പറഞ്ഞ അവരോട്? ഞാൻ നാളെ തന്നെ മാറ്റി തരാമെന്നാ പറഞ്ഞു. ഇവരെന്താ പറഞ്ഞു? പ്രാർത്ഥിക്കാൻ. ഇതൊരു ആരാധനാമൂർത്തിയാണ്. നീ വീട്ടിൽ വെച്ച് ആരാധിച്ച് അതിന്റെ പേര് യക്കിയമ്മ എന്ന് പറയുന്ന മാരിയമ്മയുടെ കൂടെ നിൽക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ഒരു സാധനമാണിത്. ഇതിവിടെ വരാൻ കാരണം ഇത് രക്ഷപ്പെടാൻ വേണ്ടി. ഇതിന് എത്രയോ ദിവസങ്ങൾ അവിടെ നിർത്തി. അത് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം. അതിന്റെ കുറെ അനുഭവങ്ങൾ അദ്ദേഹം എഴുതിയിട്ട് അതിനെക്കുറിച്ച്. ഇതുപോലത്തെ നമ്മുടെ തലമുറകളായി വന്നിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. ഞാൻ പല വീടുകളിലും പോകുമ്പോ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, എന്താണ് സ്വാമി ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നം. ഒന്നിനു പിറകെ ഓരോ പ്രശ്നം വരികയാണ്. ഒരുമാതിരി ഒരു കഷ്ടപ്പെട്ട ഒന്ന് ലെവൽ ചെയ്യുമ്പോൾ മറ്റൊന്ന് പ്രശ്നമാവും. മറ്റൊന്ന് പ്രശ്നമാകുമ്പോൾ ഭാര്യ പ്രശ്നമാവും. ഭാര്യയ്ക്ക് രോഗം പറയുമ്പോൾ മകന്റെ പ്രശ്നമാവും. മകന്റെയൊക്കെ ഒരു പ്രശ്നമൊക്കെ തീരുമ്പോഴേക്ക് മകൾക്ക് പ്രശ്നം. അത് കഴിയുമ്പോഴേക്കും എന്റെ കച്ചവടവും. അപ്പൊ ഇത് നിരന്തരമായി കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണ് ഇത്. ഓരോ ഘട്ടത്തിൽ അവരുടെ കുടുംബത്തിൽ കിടക്കുന്ന ഓരോ ദോഷങ്ങൾ ഓരോന്നോരോന്നായി പോവുകയാണ്. പക്ഷേ ഇത് ആർക്കും മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവില്ല. ഇത് മനസ്സിലാവാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ പതുക്കെ ഈ ആശയത്തിന് കുറച്ച് മാറി നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ അല്ലാതെ പലരെയും കുറ്റം പറയും. അവിടെയാണ് ഗുരു പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു വിശ്വാസവും ഉറപ്പും വേണം. വീട്ടിൽ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അധികം നീട്ടി വലിക്കാതെ പ്രാർത്ഥിക്കണം. യാമങ്ങളിൽ ശക്തിയായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പും ചിട്ടയും വേണം. ആ ഉറപ്പില്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. പ്രാർത്ഥന ചെയ്യാൻ പറഞ്ഞാൽ ശക്തിയായ പ്രാർത്ഥന ചിട്ട നമുക്ക് ആവശ്യമാണ്. ഇതേപോലെ വിഷമം കൊണ്ട് മാറിപ്പോയ ഒരാളുടെ ആശ്രമത്തിൽ തന്നെ ഗുരുവിൽ നിന്ന് മാറിപ്പോയി. ഞാനൊക്കെ അദ്ദേഹത്തിനോട് 2-3 വർഷം സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇവിടുന്ന് മാറിയപ്പോൾ പല സുഖങ്ങളും കിട്ടി. പല വിചാരിക്കാത്ത ചില ബിസിനസ്സൊക്കെ നടന്നു. 99 ആയപ്പോൾ വീണ്ടും തിരിഞ്ഞു. എല്ലാം പ്രശ്നമായി. 99 ഏപ്രിൽ മാസം ഗുരു ആഴ്ചയ്ക്ക് 1 മാസം മുമ്പ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ വീണ്ടും വന്ന് ഗുരുവിനെ കാണാൻ. ഏപ്രിൽ 3-ാം തീയതി ഗുരു പറഞ്ഞു, എന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ്, നീ സമ്പത്തിന്റെ പിന്നാലെ ഓടരുത്. അത് നിന്റെ ജീവനെ അപകടപ്പെടുത്തുന്നതാണ്. ഇനി എത്ര ബാക്കിയുണ്ടടാ ചോദിച്ചു. ഗുരു 2 ഏക്കർ ഉണ്ടോ? അത് ഞാൻ നിർത്തിത്തരാം. പക്ഷേ ഞാൻ പറയണത് നീ അനുസരിക്കണം. 8 ഏക്കർ പോയി കിട്ടി. എത്ര ഏക്കറുണ്ട് ബാക്കി? 2 ഏക്കറേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിനോട് ശിഷ്യബുദ്ധിയും പറഞ്ഞു. അന്ന് ശിഷ്യബുദ്ധി തൊട്ടടുത്തൊക്കെയുണ്ട്. മാമനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഭാര്യ അദ്ദേഹത്തിനെ വലിച്ചുകൊണ്ടുപോയി. എന്താണ്? അവരുടെ സങ്കല്പമാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്ന കളി. അപ്പോ ഒന്നിച്ച് നീയും ഭാര്യയും മക്കളും കൂടി പ്രാർത്ഥിച്ചാൽ ഇനി ഇത് നിലനിൽക്കുമ്പോൾ നീ ഇതിൽ സംശയിക്കരുത്. ഈ ആശയത്തിൽ നിനക്ക് സംശയം വന്നാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ആ ഉറപ്പ് നമുക്ക് എപ്പോഴും വേണം. പ്രാർത്ഥന ഒന്നിച്ച് വീട്ടിൽ ചെയ്യണം, ഒന്നിച്ച് നമ്മൾ ആശ്രമത്തിൽ ഒന്ന് ചെയ്യണം, ഒന്നിച്ച് ദേശത്തോടെ വ്യാഴാഴ്ച ചെയ്യണം. ഇത് 3 കാര്യം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. വ്യാഴാഴ്ച പ്രാർത്ഥന എന്തിനാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് പറഞ്ഞത്, അത് മനസ്സിലായവർക്ക് മനസ്സിലാവും. കാരണം ഈ ജന്മാന്തരങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ജീവന്റെ അണുക്കളാണ് ഈ ശരീരത്തിൽ വീണുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും വീഴുന്നുണ്ട്. എൻ്റെ ചിന്താഗതി ആ വീട്ടിൻ്റെ അന്തരീക്ഷത്തിലുണ്ട്. ഇതെല്ലാം മാറണമെങ്കിൽ ആ ദേശത്തിലെ ആൾക്കാർ ഒന്നിച്ചു ഒന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് വ്യാഴാഴ്ച പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തിൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ തുടങ്ങും. അതിലൊരു ഉറപ്പും വേണം. ആ ഉറപ്പ് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ആരാധനാമൂർത്തിയിൽ നമ്മുടെ പ്രതിക്കളും ഉണ്ടാവും. അത് ഗുരുവിന്റെ മുന്നിൽ വന്നൊരു സമർപ്പണം ചെയ്യുമ്പോഴും ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ അറിയാം, എറണാകുളത്തിലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പേര് പറയുന്നില്ല, ഒരു പ്രസ്ഥാനത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് പേര് പറയുന്നില്ല. അവരെയൊക്കെ വന്നുകൊണ്ട് ഓരോ സാധനങ്ങൾ കൊണ്ട് വെക്കുന്നുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും. അത് ഗുരു വളരെ അത്ഭുതത്തോടെ നോക്കും. എന്താ കാരണം? അവരെ നിയന്ത്രിക്കുന്നത് ഒരു ദേവിയാണ്. ആ കുട്ടിക്കറിയാം, ആ ആപ്പിൾ കടയിൽ ഇന്ന ആപ്പിൾ തന്നെ വേണം പറയും, ഇന്ന മാതളപ്പഴം വേണം, ഇന്ന സപ്പോട്ട വേണം പറയും. അതാണ് വാങ്ങിക്കൊണ്ട് വരും. അതൊക്കെ തട്ടത്തിൽ വെക്കുന്ന സ്റ്റൈലൊക്കെ കാണും. ഭയങ്കര രസമായിരിക്കും. പക്ഷേ അവരോടും ഗുരു പറയുന്നു, എന്താ പറയുന്നത്? നീ പ്രാർത്ഥിക്കണം. ഇത് മാറിയാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഗുരുവിൽ നിന്ന് അകന്നു പോകും. നമ്മുടെ ഉറപ്പ് ഇതിനെ കൊണ്ടാവരുത്, നിന്റെ കൊണ്ടാവണം. അവരെ പലവരും കല്യാണം ആലോചിക്കും. കാരണം കാണാൻ നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാണ്. ഗുരുവരെ ആയിട്ടില്ല, നിൽക്കട്ടെ എന്നൊക്കെ പറയും. പക്ഷെ അവര് ഗുരുവിന്റെ ഈ ആദ്യ സങ്കല്പത്തിന് കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ പതുക്കെ അകന്നു പോകുന്നു. കാരണം പ്രാർത്ഥന കുറവാണ്. അതിന് കാരണം എപ്പോഴാണോ പ്രസ്ഥാനത്ത് നമ്മൾ അകന്നു പോകുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥനയുണ്ടോ ഇവിടെ ആള് കൂടും. പ്രാർത്ഥനയില്ലേ നമ്മളെന്ത് സംഭവിക്കും? ഉറപ്പാണ് അകന്നു പോകും. പല ന്യായങ്ങളും അതിലുണ്ടാവും. പലവരും ഈ ഗേറ്റിന്റെ അതുവരെ വന്ന് മടങ്ങിപ്പോകും. അവരെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ ആരാധനാമൂർത്തികളും അവരുടെ പ്രതിക്കളും അവരുടെ ജീവനിൽ നിൽക്കുന്ന പ്രാർത്ഥനാ കുറവരെയും ഈ ഗേറ്റിൽ നിന്ന് മടങ്ങിപ്പോണവരും. എന്തുകൊണ്ടാ? ആ ജീവനിൽ കിടക്കുന്ന അർത്ഥം കുറവായതുകൊണ്ടാണ്. അർത്ഥം കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കണം. അല്ല, ഏറ്റവും വലിയ നല്ല പ്രാർത്ഥിക്കേണ്ട പൗർണമിക്കാണ്. നമുക്ക് അത് പിന്നെ സംസാരിക്കാം. നമ്മുടെ ഇടയിൽ സമയം വളരെ എൻ്റെ സമയം നമ്മുടെ ഇടയിൽ നമ്മുടെ ഏറ്റവും പ്രധാനമായി ഗുരു പറഞ്ഞ ചിട്ടയിലെ ആ പ്രാർത്ഥന നിങ്ങൾ കുടുംബത്തോടുകൂടി ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. മാത്രമല്ല, ഇത് പൂർത്തീകരിക്കാൻ വേണ്ട പ്രാർത്ഥന രാത്രികളിൽ നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. ഇന്നലെ ആരെയും കണ്ടില്ല. ഇന്നലെ ഏതായിരുന്നു ഏരിയ? മട്ടന്നൂർ പറഞ്ഞ ഏരിയ അല്ലേ? അവർ പറഞ്ഞ കുറെ പൈസ തന്നാ പോരെന്ന് ചോദിക്കണം. പൈസ എന്നൊന്നും ഈ കാര്യം തീർന്ന് നിങ്ങൾ വിചാരിക്കരുത്. പൈസ കൊണ്ടൊന്നും തീർന്നല്ല ഒരു പ്രാർത്ഥന. അത് വേണമെങ്കിൽ ഇപ്പൊ തരാൻ ആളുണ്ട്. ഇതിന് മൊത്തം പൈസ തരാൻ ആളുണ്ടാവും. അതല്ല അതിൻ്റെ ഈ ലോകത്തിന്റെ അന്ത്യം വരെ, ഇവിടെ മനുഷ്യനെന്ന സൃഷ്ടി ഏത് കാലം വരെയുണ്ടോ അതുവരേക്കും മോചനം കൊടുക്കാനുള്ള ആലയമാണ് പ്രാർത്ഥനയില്. ഒരാൾ പോലും കൈ നീട്ടി പോവാതെ വീടിന് വേണ്ടിയിട്ടോ ആഹാരത്തിന് വേണ്ടിയോ വസ്ത്രത്തിന് വേണ്ടിയോ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി ആലയമാണ് നമ്മൾ കിട്ടുന്നത്. അതാണ് പ്രാർത്ഥനാലയം. അല്ലാതെ ദൈവം കാണിച്ചു തന്ന് ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മറ്റ് പരമ്പരകളൊക്കെ ഒന്നും ഇല്ലാത്ത അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. നമ്മുടെ പരമ്പരയ്ക്ക് എന്താ ഗുണം? ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് ദൈവം. നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുമ്പോൾ പലവരുടെ അസുഖം മാറുന്നത്, പലവരുടെയും മാനസിക രോഗം മാറുന്നത്. കാരണം ദൈവം ഇങ്ങോട്ട് തന്നതാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല ഒന്നും. ഇങ്ങോട്ട് തന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പലതും സഹിക്കേണ്ടി വരും, പലതും നമ്മൾ കളയേണ്ടി വരും. അതാണ് പ്രാർത്ഥനയുടെ ഉറപ്പ്, പ്രാർത്ഥിച്ച ഫലം. ഇന്നലെ ഞാൻ എന്തൊരു പുസ്തകം വായിച്ചപ്പോൾ കേട്ടു, ഒരു ഇംഗ്ലീഷ്, എവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. കറക്റ്റ്.
ഈ ഡോക്ടർ മാർക്ക് ഇ എലിയസ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേര് ഹ്യൂമാനിറ്റി ഓഫ് മെഡിസിൻ എന്നാണ്. അയാള് ക്യാൻസർ രോഗത്തിന്റെ വലിയ ചികിത്സകൻ. ഹെൻസ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അയാളുടെ സംഗതി. അപ്പൊ അയാള് ഈ ക്യാൻസർ ചികിത്സയില് വലിയ രീതിയിൽ അയാള് ഇപ്പോഴും ഉണ്ട്, വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഓഫ് നമ്മുടെ ഞാൻ പറയുന്ന ജനറ്റിക് സയൻസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു ദിവസം തൊട്ട സിറ്റിയിൽ ഒരു പ്രബന്ധം, ഇന്റർനാഷണൽ പ്രബന്ധം ആൾക്ക് ചെയ്യണം. അദ്ദേഹം അവിടേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആര്? ആ സംഘടനക്കാര്. പക്ഷെ ഇദ്ദേഹത്തിന് അന്ന് ഒരു പ്രധാന ഓപ്പറേഷനും ഈ ഇതുപോലത്തെ എന്തോ ഒരു 2 ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. അത് കാരണം ലേറ്റായി ഫ്ലൈറ്റ് പോയി. അപ്പൊ അദ്ദേഹത്തിന് വളരെ വിഷമമായി അതിൽ പങ്കെടുക്കാൻ. അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. എന്താണ്? കാർ എടുത്ത് പോകും. അപ്പൊ ഷോർട്ട് കട്ട് ഉണ്ട്, ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകണം. ഫോറസ്റ്റ് അല്ല, ഒരു റൂറൽ ഏരിയ എന്ന് എഴുതിയിരിക്കുന്നത്. എന്താ വെച്ചാൽ ഡസ്റ്റി ഫോറസ്റ്റ് ആണ്, റൂറൽ ഏരിയ എന്ന് എഴുതിയിരിക്കണം ആ പുസ്തകത്തിൽ. അങ്ങനെ അദ്ദേഹം അതിലൂടെ യാത്ര ചെയ്യും. മൂടൽ മഞ്ഞും മഴയൊക്കെ കാരണം ഭയങ്കര തടസ്സമായി. അങ്ങനെ ഇയാൾ ഒരു വണ്ടീനെ, മൂടൽ മഞ്ഞ് മാറാൻ വേണ്ടി ഒരു വണ്ടീനെ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ അവിടെ ഒരു വീടുണ്ടായി. തൽക്കാലം ആ വീട്ടിൽ കയറിയിരുന്നു അദ്ദേഹം. എന്നിട്ട് ആ വീട്ടുകാരുടെ കുറച്ച് ഹോട്ട് വാട്ടർ അതിൽ എഴുതിയിരിക്കും, ചുടുവെള്ളം ചോദിച്ചു. ആ ചുടുവെള്ളം അമ്മ കൊണ്ട് കൊടുത്തിട്ട് ഇരിക്കാൻ പറഞ്ഞു. അയാൾ വെള്ളമൊക്കെ കുടിച്ചിരിക്കും, നല്ല സുഖമായി. കാരണം കുറച്ച് ചായ, കാപ്പിയോ കോഫി എന്തോ കൊടുക്കുന്നുണ്ട് ആ വീട്ടുകാർ. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളൊരു പ്രാർത്ഥന ചെയ്യാണ്, സാർ അവിടെ ഇരിക്കൂ, എന്നിട്ട് ഈ മൂടൽ മഞ്ഞ് മാറിയാൽ പോവാലോ. അപ്പൊ ആ വീട്ടുകാർ ശക്തിയായി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം ആ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുകയാണ്. എന്താണ് ഈ പ്രാർത്ഥന? എന്തോ ഒരു ദുഃഖത്തെ കുറിച്ചാണ്. ഭയങ്കര ദുഃഖത്തോടുകൂടി അവർ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്രയും പ്രാർത്ഥിക്കുന്നത്? പറഞ്ഞു, എൻ്റെ മകൾ കണ്ടു, ക്യാൻസർ രോഗിയാണ്, അവൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. ഡോക്ടർ മാർക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോയി കാണണം, അതിനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, അതിന്റെ പൈസ ഈ മരങ്ങൾ ഏതെങ്കിലും വിറ്റാ കിട്ടണേ, അയാളെ കാണാൻ സാധിക്കണേ. അപ്പോൾ ഡോക്ടർ മാർക്ക് പറയുന്നു, ദൈവം എത്ര വലിയവനാണ്. എൻ്റെ ഫ്ലൈറ്റ് കടത്തി വിട്ടതും എൻ്റെ മൂടൽ മഞ്ഞ് കൊണ്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ആരാ? ഇവരുടെ പ്രാർത്ഥന. ഈ ഉറപ്പ് നമുക്കുണ്ടോ? ആ ഡോക്ടർ പിന്നീട് ആ കുട്ടിയുടെ പേരൊക്കെ എഴുതിയില്ല, എനിക്ക് ഓർമ്മയില്ല. ആ കുട്ടിയെ ആ കാറിൽ തന്നെ കയറ്റിയിട്ട് ആ പ്രബന്ധം അവതരിപ്പിക്കുന്ന സ്ഥലത്തെത്തുകയും അതിനുശേഷം ഈ കുട്ടിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ ഒരു പൈസ പോലും വാങ്ങാതെ ഹെൻസ്ബർഗ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിപ്പിക്കുകയും. എന്താ കാരണം? അതാണ് പ്രാർത്ഥനയുടെ ബലം. അല്ലേ? നമുക്കാണെങ്കിലോ ആ ബലമില്ല. നമുക്കൊരു സംശയമാണ്. കുറച്ച് ദിവസം വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമത വന്നാൽ, ഗുരു പറഞ്ഞ ഗുരുവാണിയിൽ വളരെ വ്യക്തമാണ്, ഭക്തി പ്രാർത്ഥന നിങ്ങൾ വിചാരിക്കുന്ന സുഖം കിട്ടുന്നതാണ്. അല്ല, പിന്നെന്തേ വരുള്ളൂ? തുടല് പോലെ ദുഃഖങ്ങളെ വരുള്ളൂ. നിങ്ങൾ ശാന്തിഗിരിയിൽ പ്രവർത്തിച്ചു നോക്ക്. കണ്ട ഈ ഭരണശാലയിൽ ഈ പ്രാർത്ഥനാലയത്തിന്റെ കാര്യം പ്രവർത്തിച്ചു നോക്ക്. നമ്മുടെ മുരളി സാർ ഒരു 5 പ്രാവശ്യം രാജിവെക്കും, പാവം, ഇടയ്ക്കിടയ്ക്ക് രാജിവെക്കും. എന്താ കാരണം? ഈ വിഷമത വരുമ്പോൾ താങ്ങാൻ പറ്റില്ല. അപ്പോൾ പറയും, ഞാനില്ല സമയം, എനിക്കൊന്നും പറ്റില്ല. കാരണം ഇതിന്റെ ഓരോ സ്ഥലത്തും ഇവിടെ നമ്മളെ ഗുരു ശുദ്ധീകരിക്കുക. അതിന് വളരെ വ്യക്തമായൊരു ഉദാഹരണം അന്നത്തെ ഒരു അമ്മയോട് ഗുരു പറഞ്ഞത്, നീ വെള്ള സാരി എടുത്തിട്ടല്ലേ വന്നിരിക്കണം? അതെ. ഈ സാരിയിൽ നിറയെ ചളി തെറിച്ചു, നീ എന്തെയും ചോദിച്ചു. അവർ പറഞ്ഞു, ഞാൻ ശക്തിയായിട്ട് ഒന്ന് സോപ്പിട്ട് കഴുകുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം. അതിൽ 25% പോയുള്ളൂ, ബാക്കി 75% തന്നെ ഉണ്ട്, എന്തെയും ചോദിച്ചു. പിന്നെയും നമ്മൾ കഴുകും. അങ്ങനെ അവസാനത്തെ കഴുകൽ എങ്ങനെയായിരിക്കും? ചാരോ അല്ലേ, ചുടുവെള്ളത്തിലിട്ട് നല്ല ഇട്ടിച്ച് കഴുകും. ഇതിനൊക്കെ ആര് നിന്ന് തരണം? സാരി നിന്ന് തരണം. രാജേട്ടാ നമ്മൾ നിൽക്കുവോ? പറ്റില്ല, വേറെ പണിയില്ല പറയും അല്ലേ? ഇട്ടിച്ച് കഴുകുമ്പോ അപ്പൊ നമ്മൾ പറയും, എന്താണ്, എന്തോ കുഴപ്പമുണ്ട്, ഈ ആശയവുമായി മുന്നോട്ട് പോയാൽ
എവിടേക്കോ കുഴപ്പങ്ങൾ കാണും. ഒന്നുമില്ല. ഇത് ദൈവം നമ്മളെ ഓരോ പ്രാവശ്യം ഈ 7 തലമുറയുടെ ഗതികേടിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ജീവനിൽ വന്ന കറകൾ ഗുരു കഴുകുകയാണ്. ആ കഴുകുമ്പോഴെല്ലാം പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുന്നതാണ് ഗുരു ഉറപ്പ്. ഓരോ ഗുരുവിൻ്റെ ഓരോ പൂർത്തീകരണം നടക്കുമ്പോൾ 27 പൂർത്തീകരണത്തിൽ വരെയാണ് ഗുരു ആദ്യം പറഞ്ഞത്, പിന്നെ 33 അത് പിന്നീട് നടന്നത്. ആ 27 പൂർത്തീകരണം നടക്കുമ്പോഴും ഈ അഖണ്ഡനാമം ജപിച്ചിട്ടാണ് കടന്നുപോയത്. നിങ്ങൾ ചോദിച്ചു നോക്കും. അങ്ങനെയുള്ള പ്രാർത്ഥന ചിട്ട നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? കുടുംബത്തോട് ചെയ്യണം, യാമങ്ങൾ ചെയ്യണം, അധികം നീട്ടി വലിക്കാതെ ചെയ്യണം, അധികം സ്പീഡിലും ചെയ്യരുത്. അല്ലേ? നമ്മുടെ പ്രാർത്ഥനയൊക്കെ എങ്ങനെയാവരുത്? ഈങ്കുല വിളിക്കുന്ന പോലെ ആവരുത്. ചിലവർ ഈങ്കുല വിളിക്കുന്ന പോലെ കിട്ടില്ല. ഓം ശ്രീ കരുണാകരൻ, ഓം ശ്രീ അങ്ങനെ ചൊല്ലരുത്. അതിൻ്റെ ആ താളം ദൈവം കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ ഗുരു തന്നെ ചൊല്ലിക്കേൽപ്പിച്ചിട്ടുണ്ട്. കരുണാകര ജയ വേണമെങ്കിൽ നമ്മുടെ റിസൾട്ട് കേൾപ്പിക്കാം. അതിൻ്റെ ഒരു ചിട്ടയുണ്ട്. ഇത് നമുക്കങ്ങനെ ഒരു 3 മിനിറ്റ് കൊണ്ട് തീർക്കണം. കരുണാകര ജയ കരുണാകര ഒറ്റ പോകണം. എന്താ അതിൻ്റെ അർത്ഥം നമുക്ക് പഠിക്കുന്നില്ല. അർത്ഥം പറഞ്ഞ വലിയ പ്രശ്നമാണ്. പിന്നെ ആരും ചൊല്ലില്ല. ഇല്ല, എന്താ അർത്ഥം പറഞ്ഞ പ്രശ്നം? കരുണാകര ജയയുടെ അർത്ഥം എന്താ? എനിക്ക് ജനനവും മരണവും ഇല്ലാത്ത അവസ്ഥയാക്കി തരണം. എനിക്ക് എന്ത് വേണ്ട? എനിക്ക് മക്കൾ വേണ്ട, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, സ്വത്ത് വേണ്ട, സ്വർണം വേണ്ട, ഓടിക്കാറ് വേണ്ട. പിന്നെ എന്ത് മതി? ജനിമൃതി ഹരണം കരുണാകര ജയ ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഇപ്പുറത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ചോദിക്കണം എന്താണ്? സ്വർണത്തിന് വില കൂടിയോ കുറഞ്ഞോ, എന്തായി, മറ്റെന്തായി, മറിച്ചെന്തായി നമ്മൾ ചൊല്ലണ വേറെ അല്ല. നമ്മൾ അങ്ങനെ ചൊല്ലും. ഒരു വീട എറുമ്പിനും തൊട്ട് ഒറ്റടിയാണ് ഇവിടെ കൊതുകിന്. അല്ല, രണ്ടും അങ്ങനെ പറ്റില്ല. എല്ലാം നമുക്ക് പറ്റുന്ന കാര്യമില്ല. അങ്ങനെയുണ്ട് കേട്ടോ. പ്രാർത്ഥന ഞാൻ ചിരിക്കാനെല്ലാം പറഞ്ഞത് എല്ലാവരും ചെയ്യും, ഞാനും ഉൾപ്പെടെ. അല്ലേ? അങ്ങനെ ചിലവർ തെറി വിളിക്കുന്നവരുണ്ട്, കരുണാകരയുടെ കൂടെ ചീത്ത വിളിക്കുന്നവരുണ്ട്. അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പാലക്കാട് ഇരിക്കുമ്പോൾ ചില ആൾക്കാർ സ്വന്തം അടുത്തിരിക്കുന്ന ആൾ അപ്ലൈ കാണുള്ളൂ. നീ എവിടെ പോയിട്ട് കരുണാകര എന്നെ ശരിയാക്കണ്ട കരുണ. ഞാൻ അന്തം വിട്ടത് എന്താണ് ഇങ്ങനൊരു ജോലി? കാരണം അടുത്തുള്ള ആളെ ചീത്ത വിളിക്കുക. നമ്മൾ കണ്ടില്ല വേണ്ട, ആ പ്രാർത്ഥന സമയത്ത് വന്നില്ല, ആരാധനയ്ക്ക് വന്നില്ല, അവിടെ ചീത്ത വിളിക്കുക. അങ്ങനെയൊന്നും അല്ല ഗുരു പറഞ്ഞു. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. നമ്മുടെ പവിത്രമായി സൂക്ഷിച്ചുകൊണ്ട് വേണം പ്രാർത്ഥന ചെയ്യാൻ. എന്തിനാണ്? ഇനി ജനിക്കാതിരിക്കുക. നമ്മൾ എന്തിനാണ് കോളേജിൽ പഠിക്കാൻ പോകുന്നത്? അവിടെ തന്നെ ഇരിക്കാനാണോ? പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരും. പിന്നെ അതുകൊണ്ട് പല ഉപയോഗവും ഈ സമൂഹത്തിലുണ്ടാകും. അതാ പറയുക, സൂക്ഷ്മത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് ശേഷിത്വം നേടാനാണ് നിങ്ങൾ എന്തിന് ഈ പരമ്പര ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ചപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്കറിയോ ആദ്യമായി വന്ന വിവരം എന്താണ്? നമ്മളെല്ലാവരെയും ഗുരു എടുത്ത് ഓരോ മണ്ഡലത്തിൻ്റെ അധിപന്മാരാക്കി വെക്കുന്നത് കാണുന്നതാണ് ശിശുക്കൾ. എന്നിട്ട് അവർ ഒരു ജ്യോതി സ്വരൂപമായിട്ടാണ് ഗുരുവിനെ അറിയേണ്ടത്. ദിവ്യപൂജാ സങ്കല്പത്തിനാണ് നാളെ നടക്കാൻ പോകുന്ന ചടങ്ങിന് പേര്. ഗുരു ആദ്യ സങ്കല്പത്തിൽ ലയിച്ചു എന്നേ പറയാവൂ. ഇതൊക്കെ ദൈവത്തിൽ നിന്ന് പറഞ്ഞു കിട്ടിയതാണ്, താരം എഴുതിയുണ്ടാക്കിയതല്ല. ചില പൊട്ടന്മാരൊക്കെ പറയുന്നത് എന്തോ എഴുതിയുണ്ടാക്കിയാണ്. ഈ വാക്കൊന്നും മലയാളത്തിലുള്ളതല്ല. പ്രാർത്ഥന മുടങ്ങരുത്. അപ്പൊ ഈ അഖണ്ഡനാമം നമ്മൾ എപ്പോഴാണ് കൂടുതൽ ചൊല്ലേണ്ടതെന്നും ഏതൊക്കെ വീട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ചൊല്ലേണ്ടതെന്നൊക്കെ ഞാൻ അടുത്തതിൽ പറയാം. പോരെ? സമയം നമ്മൾ 2:20. കാരണം ഇവിടെ ആഹാരം കഴിക്കണം. നല്ല സാമ്പാറും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല പായസമൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അത് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചിലർ പറഞ്ഞു ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്വാമി ഒരു 2-2.25 ആകുമ്പോഴേക്കും നിർത്താം. ഞാൻ 5 മിനിറ്റ് അധികം എടുത്തു അല്ലേ? 2:20 അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ ഇത് നമുക്ക് സമർപ്പിക്കാൻ പറ്റണം. പിന്നൊരു ജന്മം എടുത്തിട്ട് വരുമ്പോൾ വേറൊരു പ്രാർത്ഥനാലയം ഉണ്ടാവും. അതില്ലാതെ കണ്ണൂരിലെ അവസാനത്തെ പ്രാർത്ഥനാലയം ഞാൻ പറയുന്നു. ഓരോ സ്ട്രീറ്റിലും വരും. പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ പ്രാർത്ഥനാലയം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അത് ചെയ്യാനുള്ള ഭാഗ്യം, ആ കർമ്മം നമുക്ക് വേണം. അതാണ് പാലക്കാടിൽ ഒരിക്കൽ ഗുരു വന്നിട്ട് ഒരു വീട്ടുകാർക്ക് ഒരു 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 എന്താ പറയുക, ഈ അരി ചേർന്ന സാധനത്തിന് ഇവിടെ എന്താ പറയുക, മുറം, ഒരു മുറത്തിൽ മുഴുവൻ പൈസ ഇട്ടിട്ട് ആൾക്ക് കൊടുക്കും. തൊട്ട വീട്ടുകാർ, പൂർണ്ണാസ്വാമിയുടെ തൊട്ട വീട്ടുകാർ. എന്താ കാരണം? ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്ന ജൈന ഗുരുവിൻ്റെ ആ മന്ദിരം കിട്ടുമ്പോൾ അവിടെ കർമ്മം ചെയ്തതിൻ്റെ ഒരു ഫലം ആ കുടുംബത്തിനുണ്ട്.
അതിൻ്റെ രഹസ്യങ്ങൾ പിന്നെ പറയാം. അത് അങ്ങനെ പറയണമെന്നല്ല, അതിന് ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനമായി പറയുന്നത് നിങ്ങൾ തെറ്റിപ്പോകും. അപ്പോൾ അതേപോലെ ഈ ഒരു കർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടായിരിക്കും നിങ്ങളുടെ പേരക്കുട്ടികളും പേരക്കുട്ടികളുടെ പേരക്കുട്ടികളൊക്കെ ഈ രാജ്യം ഭരിക്കുക. ആ രാജ്യം ഭരിക്കുന്നവർ ഒന്ന് ധ്യാനിച്ച് നോക്കുമ്പോഴാണ് ദാമോദരനെ കാണുക. ഇതാരത്? ഗുരുവിൻ്റെ കൈ പിടിച്ചു നടന്ന എൻ്റെ ഗോത്രത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കാണണം. ആര് കാണണം? ഈ തലമുറ. അവരാണ് ഇതിൻ്റെ മഹിമയിൽ അവർ നിങ്ങളെ നമസ്കരിക്കുന്ന ഗുരുവാർ. നിങ്ങളോട് നന്ദി പറയും. അവരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നേ, അന്ധകാര വിനാശത്തെ അതിനാക്കി മാറ്റിയേ, അവർക്കൊരു ജന്മം കിട്ടിയത് പൂർത്തീകരിച്ചു പോകാൻ അവസരം കിട്ടിയതിന് നിങ്ങളോട് ഓരോരുത്തരോടും അവർ നന്ദി പറയുന്ന ഗുരുവാർ. അങ്ങനെയുള്ളൊരു പ്രാർത്ഥന ബാക്കിയുള്ള ഞാൻ അടുത്ത പ്രാവശ്യം പറയാം. ഈ പ്രാർത്ഥനയുടെ വലുപ്പം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നമ്മൾ ആരും എഴുതി ഉണ്ടാക്കിയതല്ല, അതിൻ്റെ ഛന്തസ് നോക്കി ഉണ്ടാക്കിയതല്ല. ആരും അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ വിവരക്കേടാണ്. അതൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ എഴുതുമ്പോഴാണ്. ദൈവത്തിൻ്റെ ഇവിടെ ഒന്നുമില്ല. ദൈവത്തിന് നമ്മുടെ ജീവനിൽ എന്തെല്ലാം തരത്തിലുള്ള അടുക്കുകളായി കിടക്കുന്ന കർമ്മഗതിയുണ്ടോ അത് പൊട്ടിക്കിട്ടും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരും ഒരിക്കൽ കൂടി വീട്ടിൽ ഒന്നിച്ചുള്ള പ്രാർത്ഥന നിങ്ങൾ കൊണ്ടുവരിക. ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഈ പ്രാർത്ഥനാലയത്തിൻ്റെ എല്ലാ കർമ്മത്തിലും ഈ ദേശത്തിലെ ഏറ്റവും നല്ല കുടുംബമായി നിങ്ങൾക്ക് ജീവിക്കാനും ഇതുപോലത്തെ കടങ്ങളോ വിഷമങ്ങളോ ദുരിതങ്ങളോ രോഗങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് ഉറപ്പാണത്. അത് ഇന്ന് ലോകത്തുള്ള എന്തിനേക്കാളും ഉറപ്പാണ് ഗുരു തന്നിരിക്കുന്നത് നമുക്ക് ആ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങളത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ.